ഡോക്ടർ ഫിയാസ് ഉണ്ട്. ഡോക്ടർ ഫിയാസ് ഈ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട് കുറേ പ്രോജക്റ്റുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളൊരു പുതിയ പ്രോജക്റ്റ് ഉണ്ടല്ലോ, ഇത് ഈ മനുഷ്യരുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട് അല്ലേ? ഞങ്ങളുടെ സ്ലോഗൻ തന്നെ. ഡോക്ടർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ? ഞാൻ ആക്ച്വലി ഫുൾ ടൈം ആയിട്ട് ഇപ്പം എൽഡർലി കെയറായിട്ടാണ് ബന്ധപ്പെട്ടാണ് വർക്ക്. നേരത്തെ വർക്ക് ചെയ്ത് ആസ്ട്രൽ ഉണ്ടായിരുന്നു. ആസ്ട്രൽ കാർഡിയോളജിയിൽ ഉണ്ടായിരുന്നു. അല്ല കാർഡിയോളജിസ്റ്റ് അല്ല, കാർഡിയോളജി ജൂനിയർ ഡോക്ടർ ആയിരുന്നു. അതുപോലെ തന്നെ കാസർഗോഡ് കേസബ്ദുള്ള ഹോസ്പിറ്റലിൽ രാഷ്ട്രീയ റീഹാബിലിറ്റേഷൻ ഇപ്പം സീനിയർ സിറ്റിസൺസുമായി. അതെ 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 അതെ. അതിൽ ഞങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, യങ് സീനിയേഴ്സ് ഫൗണ്ടേഷൻ എന്നാണ് അതിന്റെ പേര്. സീനിയേഴ്സ് ഫൗണ്ടേഷൻ. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കാർത്തികേയ അമ്മയും ഈ സംഘത്തെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് കേട്ടോ. യങ് സീനിയേഴ്സ് ആണ്, യങ് ആണ് സീനിയേഴ്സ്. അതെ, ഞങ്ങളുടെ ആപ്തവാക്യം തന്നെ പ്രായമേറും കാലത്ത് പ്രിയമേറും ജീവിതം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രായമേറും കാലത്ത് പ്രിയമേറും ജീവിതം. അതെ അതെ. അപ്പൊ ഇത് കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായി. ഇതാണ് നമുക്ക് വേണ്ടത്. അതായത് പ്രായമാകുമ്പോൾ നമുക്ക് ഒതുങ്ങിക്കൂടാതെ, വീട്ടിലൊന്നും ഒതുങ്ങിക്കൂടാതെ ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് പുറത്തായിട്ട് ഇറങ്ങി നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം തന്നെ. ഫിയാസാണ് ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഈ കേരളത്തിലെ പോപ്പുലേഷനിൽ വലിയ മാറ്റം വരാൻ. അതെ അതെ. അതായത് 2030 കേരളത്തിലെ വയോജനങ്ങളുടെ പോപ്പുലേഷൻ 22% എത്താൻ പോകും. അതായത് കൗമാരക്കാരുടെ തുല്യം വരും. അതായത് പക്ഷെ അവരെ നേരിടാൻ കേരളം സജ്ജമാണോ? അതാണ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് ഇന്ന് ചോദിക്കാനുള്ളത്. മുഖ്യമന്ത്രി നേരിട്ട് ഇന്ന് കാണുന്നുണ്ട്. നല്ല കാര്യം. അപ്പോൾ ഫിയാസ് എല്ലാവിധ ആശംസകളും നേരുന്നു. യങ് സീനിയേഴ്സ് ഫൗണ്ടേഷൻ, യങ് സീനിയേഴ്സ് ഫൗണ്ടേഷന്റെ പ്രായമാറും തോറും പ്രിയമേറും ജീവിതം. അപ്പോൾ താങ്ക് യു. അപ്പോൾ